അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് എഫക്ട്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് എഫക്ട്സുകൾ പ്രീമിയറിലുണ്ട്. നമുക്കതിൽ കുറച്ച് എഫക്ട്സ് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് എഫക്ട്സിന് വേണ്ടിയിട്ട് ഞാനൊരു BG നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ടെക്സ്റ്റ് എഫക്ട്സുമായിട്ട് ഒരു 3D എഫക്റ്റുമായിട്ട് ഒന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് വേണം നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റ് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് അതിൽ രജിസ്റ്റർ ആവുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കിടന്നോട്ടെ, നമുക്ക് ആവശ്യത്തിന് നമുക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമുക്ക് ഓരോ എഫക്ട്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയലിൽ ന്യൂ ലെഗസി ടൈറ്റിൽ എടുക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു ടെക്സ്റ്റ് എടുക്കുന്നു. ഓക്കെ, അവർ ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ആ ടെക്സ്റ്റിന് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടു. നമുക്ക് ഫസ്റ്റ് എഫക്റ്റ്, ആദ്യത്തെ എഫക്റ്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം. അത് നമുക്ക് VR ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എഫക്ട്സിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് VR ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിക്കുക, ക്യാപ്സ് ലോക്ക് അടിക്കുക, VR ഡിജിറ്റൽ. ഓക്കെ, അതൊരു ഗ്ലിച്ച് എഫക്റ്റ് ആണ്. നമുക്ക് ആ എഫക്റ്റിനെ ഇതിലൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് നോക്കാം. ഇതിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിടുന്നു. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് സ്കെയിൽ ചെയ്യാം മൊത്തത്തിൽ, അത് കാണാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട്. അതേപോലെ പൊസിഷൻ നമുക്ക് സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുക. അപ്പോൾ ആ ഗ്ലിച്ച് എഫക്റ്റ് ഇടുന്ന സമയത്ത് അതായത് ഇവിടെ എഫക്ട്സ് ഓഫ് ചെയ്താൽ ഇതാണ് അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്ന എഫക്റ്റ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമുക്കിതിനെ ട്വീക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഞാൻ ഓൺ തന്നെ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ അത് മാസ്റ്റർ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്നും ഫൈൻഡ് 100 ആവുന്ന സമയത്ത് ആ ഒരു ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എഫക്റ്റ് വീഴുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം ഞാൻ ഇവിടെ ഇടുന്നു. രണ്ടാമത്തെ കീ ഫ്രെയിം ഡ്രാഗ് ചെയ്തിട്ട് സ്വല്പം ഡ്രാഗ് ചെയ്യുന്നു. മാക്സിമം ഓഫ് 100 ഇടുന്നു. ഇപ്പോൾ നമ്മൾ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലിച്ച് എഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പല പല ടൈപ്പ് ഓഫ് ലേഔട്ടുകളുണ്ട്. ഫ്രെയിം ലേഔട്ടിൻ്റെ അകത്ത് മോണോസ്കോപ്പിക്കും ഉണ്ട്, സ്റ്റീരിയോസ്കോപ്പിക്കും ഉണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്. മോണോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, സ്റ്റീരിയോസ്കോപ്പിക് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫക്റ്റുകളാണ്. ഓക്കെ, നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ 0ൽ ഒരു കീ ഇട്ടു, 100ൽ ഒരു കീ ഫ്രെയിം ഇട്ടു. ഓക്കെ, ഞാനിതിന് അടുത്ത എഫക്റ്റ് നമുക്ക് നോക്കാം. POI സ്കെയിൽ. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അത് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കീ ഫ്രെയിംസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാസ്റ്റർ ആംപ്ലിറ്റ്യൂഡിന് പകരം PO സ്കെയിൽ വെച്ച് നമുക്കിതിനെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ 100% ആക്കി വെച്ചുകൊണ്ട് POI സ്കെയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുന്നൊരു ഫീലായിരിക്കും ഇവിടെ ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ POI ആസ്പെക്റ്റ് എന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഇൻക്രീസ് ചെയ്ത് ഇത്രയും ആക്സിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ PO സ്കെയിലിൻ്റെ ആ ഒരു ആസ്പെക്ട് അനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്കെയിൽ അനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫുൾ സ്കെയിൽ ഇത് ആസ്പെക്ട് വെച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് വർക്ക് ചെയ്യാം, സ്കെയിൽ വെച്ച് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആസ്പെക്ട് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതേപോലെ റാൻഡം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ റാൻഡം സ്പീഡ്. അപ്പോൾ അതിന് അനിമേഷനിൽ കീ വാല്യൂ ഇടണമെന്നുണ്ടെങ്കിൽ അനിമേഷന് കീ വാല്യൂ ഇടാം. ഇതിന് 0 ഇട്ട ശേഷം നമുക്ക് വാല്യൂ 100 ആക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീരിയോയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ മോണോ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ മോണോ ടൈപ്പ് ഓഫ് എഫക്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ റാൻഡം സ്പീഡ് തന്നെ വേണമെന്നില്ല. നമുക്ക് PO സ്കെയിലാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഇതാ ഈ ഒരു ആക്സിസിലായിരിക്കും അത് സ്കെയിലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോണോസ്കോപ്പിക്കിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സ്റ്റീരിയോസ്കോപ്പിക്കിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് PO സ്കെയിൽ ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിലോട്ട് പോകുന്ന ഒരു ഫീൽ ആയിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ ഒരു കീ ഫ്രെയിമിൽ വാല്യൂവിൽ ഒരു കീ ഫ്രെയിം ഇട്ടു. രണ്ടാമത്തെ കീ ഫ്രെയിമിനെ സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അവസാനം വരെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മിഡിൽ പോർഷനിൽ നിന്ന് അവസാനത്തെ എൻഡ് വരെ കയറുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കീസ് ഇടാൻ പറ്റും. റാൻഡം കീ വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. റാൻഡം കീ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അവസാനം എത്രത്തോളം വരണം എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നോർമലി ഇതൊരു ഗ്ലിച്ച് എഫക്റ്റ് ആണ്. VR ഡിജിറ്റൽ ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണിത്.
ഓക്കെ, അതിൻ്റെ അകത്ത് ഫ്രെയിം ലേഔട്ട് ഉണ്ട്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, PIO ആസ്പെക്ട് ഉണ്ട്, മാസ്റ്റർ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഡിസ്ട്രോഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് പ്രീസെറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഏതൊരു എഫക്റ്റും നമുക്ക് പ്രീമിയറിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ മീൻസ് അടുത്തൊരു ടെസ്റ്റ് ഒരു ടൈറ്റിൽ അനിമേഷൻ എടുത്ത് വെച്ചിട്ട് ഈ പ്രീസെറ്റ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് നമുക്ക് പ്രീസെറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് സേവ് ചെയ്യണം. ഈ എഫക്റ്റ് ഈ VR ഡിജിറ്റലിൽ ഗ്ലിച്ചിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സേവ് പ്രീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നമുക്കൊരു പേര് കൊടുക്കുക. ആ എഫക്റ്റിൻ്റെ അകത്ത് ഇതൊന്ന് കിടക്കും. ഞാനിപ്പോൾ എൻ്റെ പേര് അമൃത് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സേവ് പ്രീസെറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രീസെറ്റിൻ്റെ അകത്ത് ഇതിപ്പോൾ കിടക്കും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ അകത്ത് ഞാനിവിടെ AMRITH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടോ അമൃത് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഗ്ലിച്ച് എഫക്റ്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു പുതിയ ടെക്സ്റ്റിൽ ഈ ഒരു എഫക്റ്റ് കൊടുത്തു നോക്കാം. സോ ഞാൻ ഫയലിൽ ന്യൂ എടുക്കുന്നു, ഒരു പുതിയ ടൈറ്റിൽ എടുക്കുന്നു, ലെഗസി ടൈറ്റിൽ എടുത്തിട്ട് അതിനെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു എഫക്റ്റ് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു, അതിനെ ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റിൻ്റെ അകത്ത് നമ്മളിപ്പം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു എഫക്റ്റ് നമ്മൾ ചെയ്തു, അത് ഭയങ്കര നല്ല എഫക്റ്റ് ആണ് നമുക്ക്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് എത്രയോ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യണം, ഡിഫറെൻറ്റ്, അല്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും എഫക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ആ എഫക്റ്റിലോട്ട് പോകുന്നു. ഞാൻ എൻ്റെ പേരിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഫക്റ്റിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ആ ടൈറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കണ്ടോ, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എഫക്റ്റിനെയോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കളർ കറക്ഷനെയോ നമുക്ക് എല്ലാത്തിലും മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീസെറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന എഫക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് പ്രീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഫക്റ്റ് ആണെങ്കിൽ എഫക്റ്റ് ആയിട്ടാണ് സേവ് ചെയ്യണമെങ്കിൽ എഫക്റ്റിൽ വരും, ഓഡിയോ എഫക്റ്റ് ആണെങ്കിൽ ഓഡിയോ എഫക്റ്റിൽ വരും, വീഡിയോ എഫക്റ്റ് ആണെങ്കിൽ വീഡിയോ എഫക്റ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ VR ഡിജിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനി അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി. സോ ഞാൻ അതിൽ പ്രൊജക്റ്റിലോട്ട് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ ഡ്രാഗ് ചെയ്തിട്ടു, ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട്. അതിന് ടോപ്പിൽ ഞാനൊരു വേറൊരു ടെക്സ്റ്റിന്റെ ടൈറ്റിലും കൊണ്ടുവന്നു. ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് അതിന്റെ പൊസിഷൻ കറക്റ്റ് സെന്ററിലോട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെക്സ്റ്റിന്റെ ഒരു ടെക്സ്റ്റ് ഞാനൊരു BGയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അടുത്ത നമുക്കൊരു ബ്ലോക്ക് ഡിസോൾവ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് യൂസ് ചെയ്ത് നോക്കാം. ബ്ലോക്ക് ഡിസോൾവ്, BLOCK, ബ്ലോക്ക് ഡിസോൾവ്. നമുക്ക് ടെക്സ്റ്റിലേക്ക് അതിനെ ഡ്രാഗ് ചെയ്തിടുന്നു. ആദ്യം നമുക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് BG നോക്കാം. ടെക്സ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. അതിന് ട്രാൻസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഒരു എന്ത് ട്രാൻസിഷൻ ആണ്, ഒരു ബ്ലോക്ക് ആയിട്ടൊരു ട്രാൻസിഷൻ എഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 100 കീ ഫ്രെയിം വാല്യൂയിൽ കൊടുത്ത് നിർത്താം ഫസ്റ്റ് കീ ഫ്രെയിമിൽ. രണ്ടാമത്തെ കീ ഫ്രെയിമിൽ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് 0 ആക്കാം. 0 ആക്കി നോക്കി കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഇപ്പോൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒരു ബ്ലോക്ക് എഫക്റ്റ് ആണ്. ഞാനിതിനെ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. ബ്ലോക്ക് എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ബ്ലോക്കിന്റെ എഫക്റ്റിന് എത്രത്തോളം നമുക്ക് ടൈൽ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബ്ലോക്കിന്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂട്ടാം. നോക്കിക്കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടി വേറൊരു ടൈപ്പ് എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ബ്ലോക്കിന്റെ എഫക്റ്റ്. അതുപോലെ തന്നെ ബ്ലോക്കിന്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാം, എത്രത്തോളം ഹൈറ്റ് നമുക്ക് വേണമെന്നുള്ളത്. ഇത് നമുക്ക് 0 ആക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു അനിമേഷനെ മിഡ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഹൈറ്റ് കൂട്ടാം. ഇപ്പൊ ഹൈറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റിന്റെ ബ്ലോക്ക് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ സോഫ്റ്റ് എഡ്ജസ് വേണോ, ബെസ്റ്റ് ക്വാളിറ്റി വേണം. അതേപോലെ ഫെദർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഫെദർ ചെയ്തും കൊടുക്കാം. ഓക്കെ, ഫെദർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എഫക്റ്റുകളൊന്നും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ ഫെദർ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് വർക്ക് ചെയ്യും. നിങ്ങൾ ഫെദർ സ്വല്പം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു എഫക്റ്റ് അതിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡിസോൾവ് കൊടുക്കുന്ന സമയത്ത് ഫെദർ കൊടുക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ് എഡ്ജസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് എഡ്ജസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാർഡ് എഡ്ജസ് ആയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു എഫക്റ്റ് മനസ്സിലായല്ലോ, ബ്ലോക്ക് എഫക്റ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് പല രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്ലോക്കിന്റെ വിഡ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത്. ഇതാണ്ട കണ്ടോ? അപ്പൊ ഏത് ടൈപ്പ് ഓഫ് എഫക്റ്റ് വേണോ ആ ടൈപ്പ് ഓഫ് എഫക്റ്റ് നമുക്ക് ഇതിന്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലോക്കിന്റെ വിഡ്ത്ത് നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണോ അത്രത്തോളം നമുക്ക് ഇതിന്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ട്രാൻസിഷൻ കംപ്ലീറ്റ് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ള കാര്യം. ആദ്യം ഇങ്ങനെ ഇരുന്നു കൊണ്ട്
അടുത്ത കീ ഫ്രെയിമിൽ വരുമ്പം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ ട്രാൻസിഷൻ എഫക്റ്റ് സ്വല്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ. അതേപോലെ ആ കീ ഫ്രെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ട്രാൻസിഷൻ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്കിവിടെ റീട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറെ എഫക്റ്റ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എഫക്റ്റ് വേണമെങ്കിലും എനിക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, മൂവ് ചെയ്ത് കഴിയുക. അതേപോലെ സ്ലോ ഇൻ സ്ലോ ഔട്ട് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ലോ ഇൻ സ്ലോ ഔട്ട് എല്ലാം സെലക്ട് ചെയ്യുക, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസിൻ കൊടുക്കുക. നോർമലി നമ്മൾ ഈസിൻ ഈസ് ഔട്ടും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ഈസ് ഇൻ ആയിരിക്കും കൊടുക്കുന്നത്, ലാസ്റ്റ് ഈസ് ഔട്ട് ആയിരിക്കും കൊടുക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസ് ഔട്ട്. ഓക്കെ, ഈസ് ഇന്നും ഈസ് ഔട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസ് ഇൻ ഈസ് ഔട്ട്. അപ്പോൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും ആ ഒരു അനിമേഷൻ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഏതൊക്കെ അനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ അനിമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്മൂത്ത്നെസ്സിനനുസൃതമായിട്ട് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് എഫക്റ്റ് മനസ്സിലായാലും എന്താണ് ബ്ലോക്ക് എഫക്റ്റ് എന്നുള്ള കാര്യം. ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ഈ ഒരു എഫക്റ്റ് നമുക്ക് മാറാം, ഓണാക്കാം, മാറാം, ഓണാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്ക് എഫക്റ്റ്. അപ്പോൾ ഇതേ ബ്ലോക്ക് എഫക്റ്റ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലും കൊടുക്കാം. ഡ്രാഗ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ബ്ലോക്ക് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, BGയിലായിരിക്കും അത് പിന്നെ വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് എഫക്റ്റ്. കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലോക്ക് വിഡ്ത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കൂടെ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു അനിമേഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രാൻസിഷൻ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തത്, ഈ ട്രാൻസിഷൻ ആണെങ്കിൽ ഈ ട്രാൻസിഷനായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ വിഡ്ത്തിൻ്റെ ഇതിലായിരിക്കും വർക്ക് ചെയ്യണം. ഞാൻ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലോക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ബ്ലോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് ആ BG തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക കേട്ടോ. BGയിലാണെന്ന് ഉറപ്പ് വരുത്തുക ബ്ലോക്ക് ഡിസോൾവ്, എന്നിട്ട് തന്നെ വർക്ക് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്തിട്ടിട്ട് ഇതൊന്നും കൂടെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ആ ബ്ലോക്കിൻ്റെ ആ എഫക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിൽ ഞാൻ അടുത്തൊരു എഫക്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇതിനെ ഞാൻ റിമൂവ് ചെയ്തു, ടൈറ്റിലിനെ ഞാൻ മാറ്റി ഒരു പുതിയ ടൈറ്റിൽ എടുക്കാം. ന്യൂ ലെഗസി ടൈറ്റിൽ ഞാൻ വേറൊരു ടൈറ്റിൽ എടുക്കുകയാണ്. ഓക്കെ, വേറെ ടൈറ്റിൽ എടുത്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രോജക്റ്റിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ടൈറ്റിൽ എടുത്ത് ഡ്രാഗ് ചെയ്ത് വെച്ചു, അതിനെ ഓണാക്കി. ഓക്കെ, അടുത്ത എഫക്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് 3D ഉണ്ടല്ലോ, നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ബേസിക് 3D എന്ന് പറഞ്ഞ എഫക്റ്റ്. ആ ബേസിക് 3Dക്കകത്ത് നമുക്ക് എന്ത് പുതിയൊരു എഫക്റ്റ് കൊടുക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് ബേസിക് 3D എന്ന് പറഞ്ഞ് കൊടുക്കുക, ആ ബേസിക് 3D ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ ബേസിക് 3Dക്കകത്ത് നമുക്ക് എന്ത് എഫക്റ്റ് നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഇവിടെ വയ്ക്കുക. ബേസിക് 3Dക്കകത്ത് നമ്മൾ ട്വിൽറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഓർമ്മയുണ്ട്. ആ പിവോട്ട് പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ പിവോട്ട് പോയിന്റ്, കാണാമല്ലോ പിവോട്ട് പോയിന്റ്. ആ പിവോട്ട് പോയിന്റ് കറക്റ്റ് എപ്പോഴും സെൻട്രലിലാണെങ്കിൽ മാത്രമേ നമുക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്സിസിൽ ടിൽറ്റ് ആവുള്ളൂ. ബേസിക് 3Dക്കകത്ത് ടിൽറ്റ്, അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് അനിമേഷന് കൊടുക്കുകയാണ്. ടിൽറ്റിൽ ഒരു കീ ക്ലിക്ക് ചെയ്തു, രണ്ടാമത് ഇങ്ങോട്ട് നീക്കി, വീണ്ടും സ്വല്പം ഇങ്ങോട്ട് മിഡിൽ കൊണ്ടുവച്ചു, സ്വല്പം ഇങ്ങോട്ട് കറക്കി ഡ്രാഗ് ചെയ്തു, ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചു, നമ്മൾ ഫൈനൽ പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു റൊട്ടേഷൻ, ബേസിക് ഒരു റൊട്ടേഷനാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ്റെ സ്പീഡ് സ്വല്പം കൂട്ടാം, റൊട്ടേഷൻ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേഷൻ മാക്സിമം സ്പീഡിലോട്ട് നമുക്ക് വയ്ക്കാം. സ്വല്പം നീക്കി, ഈ ആക്സസ് നീക്കി, ഈ ആക്സസ് നീക്കി. ഓക്കെ, ഇത് കീ ഫ്രെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടൊരു റൊട്ടേഷൻ എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു എഫക്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഡയറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എഫക്ട്സിൻ്റെ അകത്തോട്ട് പോവുക, അതിൻ്റെ അകത്ത് ഡയറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഡയറക്ഷൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ മൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ എഫക്റ്റ് നോക്കിയേ, കണ്ടോ, ബ്ലർ ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ആക്സിസിലോട്ട് കറങ്ങി വരുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ബ്ലർ വാല്യൂവിന് ഞാൻ ഒരു കീ ഇട്ടു. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ബ്ലർ വാല്യൂവിന് ഒരു കീ ഇട്ടു. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിൽ വെച്ചിട്ട് നമുക്ക് ബ്ലർ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു എഫക്റ്റാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എഫക്റ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എഫക്റ്റ് റീട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇതിന് ഡ്രാഗ് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് വയ്ക്കുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലറിൻ്റെ ലെങ്ത്ത് നമ്മളങ്ങ് കുറയ്ക്കാം, അതേപോലെ ഡയറക്ഷൻ അങ്ങ് കുറയ്ക്കാം.
ഡയറക്ഷൻ ഞാൻ 0 ആക്കി കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ ബ്ലർ വാല്യൂ വർക്ക് ചെയ്യുന്നത്. ഞാൻ ബ്ലർ കൊടുത്തിട്ടില്ല, ആക്സിസ് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലർ അത് കഴിഞ്ഞിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അനിമേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ആ ബ്ലർ വാല്യൂ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഏത് രീതിയിലാണോ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഏത് ആക്സിസിൽ വേണമെങ്കിലും നമുക്ക് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ബ്ലറിന്റെ ലെങ്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നോക്കിയേ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ടോപ്പിലോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള ഒരു എഫക്റ്റ് അവിടെ കിട്ടും. അവിടെ നിന്ന് ഇങ്ങനെ ട്വിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിലോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ നമുക്ക് ഏത് ആക്സിസിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ ആക്സിസിൽ വേണമെങ്കിൽ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഡയറക്ഷൻ മാറ്റാം. അപ്പോൾ ഏത് ആക്സിസിൽ വേണമെങ്കിലും ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് 3Dയിൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടല്ലോ, പല പല ടൈപ്പിൽ നമുക്ക് നീക്കാം. അതേപോലെ ഡിസ്റ്റൻസ് ടു ഇമേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ആക്സസിൽ വേണോ നമുക്ക് ഡിസ്റ്റൻസ് വരത്തക്ക രീതിയിൽ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേരെന്താണ്, ഡയറക്ഷണൽ ബ്ലറും. അതേപോലെ തന്നെ ബേസിക് 3Dക്കകത്ത് ഞാൻ ഏതാണ് ടിൽറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ ഈ എഫക്റ്റും. ഓക്കെ, അടുത്ത എഫക്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഈ എഫക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്. ഈ ബേസിക് 3D റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ ഡയറക്ഷണൽ ബ്ലറും റിമൂവ് ചെയ്തു. അടുത്ത നമ്മൾ നോക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് ആൻഡ് എഡ്ജസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. റഫ് ആൻഡ് എഡ്ജസ്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ആ ടൈറ്റിൽ കൊണ്ടുപോയിക്കുകയാണ്. അപ്പം ഇട്ടപ്പോൾ തന്നെ കണ്ടല്ലോ അതിൻ്റെ എഡ്ജസ് ഒന്ന് റഫ് ആയി ഓൾറെഡി, അത് കൊണ്ട് ഇടുന്ന സമയത്ത് തന്നെ. ഇനി നമുക്ക് അതിൻ്റെ ബോർഡർ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്നതാണ്. ഒരു ബോർഡറിൽ ക്ലിക്ക് ചെയ്തു, ആ ബോർഡറിലേക്ക് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 0 കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു അനിമേഷൻ ആയിരിക്കും ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കിയേ, കണ്ടല്ലോ. അപ്പോൾ നമുക്കതിനെ സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസി ഇൻ. വീണ്ടും ബോർഡറിൽ സെലക്ട് ചെയ്യുക, നമുക്കതിനെ മാക്സിമം എന്ത് ചെയ്യുക, സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരു സ്മൂത്ത് അനിമേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അനിമേഷൻ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡ്ജിന്റെ ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. മീൻസ് അതിന്റെ അനിമേഷന്റെ ഇടയിൽ നിന്നിട്ട് വേണമെങ്കിൽ ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ്ടോ എഡ്ജ് ഷാർപ്പാണോ നോക്കാം. അതേപോലെ തന്നെ ഫ്രാക്റ്റലിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണം, കൂടണമെങ്കിൽ കൂടാം, കുറയണമെങ്കിൽ കുറയാം. വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കിയേ, ആ ഒരു ഫ്ലാഗ് പറക്കുന്ന കണക്ക് ആ ഒരു എഫക്റ്റ് നമുക്കിവിടെ കൊടുക്കാം. ഇങ്ങനെ ഒരു ഒരു ടർബുലൻസ് എഫക്റ്റ് പോലത്തെ ഒരു ടർബുലൻസ് എഫക്റ്റ് നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടർബുലൻസിന്റെ വാല്യൂ, അതായത് ആ നിൽക്കുന്ന ഫ്രാക്റ്റലിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു അനിമേഷൻ കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വെക്കാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ ഒന്ന് നീക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു അനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഫ്രാക്റ്റൽ ഇൻഫ്ലുവൻസ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. ഫ്രാക്റ്റൽ ഇൻഫ്ലുവൻസ് സ്വല്പം കൂടെ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, സ്വല്പം ഈ ഒരു ആക്സസിലോട്ട് സ്വല്പം നീക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫ്രാക്റ്റൽ ഇൻഫ്ലുവൻസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സ്കെയിലും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീൽ അതിൻ്റെ അകത്ത് കിട്ടും. അതേപോലെ സ്കെയിൽ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വാല്യൂ ചേഞ്ച് ചെയ്യാം. അതേപോലെ ഇത് ഏതാണ് നമ്മുടെ ഈ ഒരു ആക്സസിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെച്ചും വിഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഇവിടെ ഒരു കീ ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സ്വല്പം ഇൻക്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റീട്യൂൺ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് വിഡ്ത്ത് ഓർ ഹൈറ്റിൽ ഒരു കീ ഫ്രെയിം ഇടുക, സ്വല്പം അങ്ങോട്ട് നീക്കി വെക്കുക, സ്ട്രെച്ച് വിഡ്ത്തിൽ കീ ഫ്രെയിം സ്വല്പം കൂടെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 2-3 എഫക്റ്റാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. കേട്ടോ, 3 എഫക്റ്റാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. സ്വല്പം നമുക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഈ ടൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അനിമേഷനിലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എഫക്റ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്വല്പം നീക്കി വെച്ച് നോക്കാം. ഈ ആക്സിസിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഫീൽ ആയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ടർബുലൻസിന്റെ വാല്യൂ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, അപ്പോൾ വേറൊരു എഫക്റ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഓഫ്സെറ്റിൽ ഒരു കീ ഫ്രെയിം വാല്യൂ ഇടാം, സ്വല്പം ഇങ്ങോട്ട് നീക്കാം. നീക്കി കഴിഞ്ഞിട്ട് ഓഫ്സെറ്റിന്റെ വാല്യൂ നമുക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഫ്സെറ്റിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആഫ്റ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എഫക്ട്സ് പ്രീമിയറിലും ചെയ്യാം, പ്രോബ്ലം ഇല്ല. പക്ഷെ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ടൈം മീൻസ് അതിന്റെ എടുക്കുന്ന അതേ ടൈം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തും എടുക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ് മോഷൻ ഗ്രാഫിക്സിന് 100% ഒരു കാരണവശാലും പറയൂല, എന്നാൽ പോലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട്. അതേപോലെ ഇവല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോംപ്ലക്സിറ്റി നമുക്ക് എത്രത്തോളം കോംപ്ലക്സ് ആക്കണം. എന്താണ്ട്
ആ ഒരു എഡ്ജസിന്റെ ഒക്കെ കോംപ്ലക്സിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ എവല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം അത് വർക്ക് ചെയ്യണം, ആ എവല്യൂഷൻ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവല്യൂഷന് കീ ഫ്രെയിം ഇടാം. എവല്യൂഷൻ്റെ ലാസ്റ്റ് കീ ഫ്രെയിമിൽ നമുക്ക് എവല്യൂഷൻ കുറയ്ക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് എഫക്ട്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടൈപ്പ് ഓഫ് എഫക്ട്സ് ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ചെയ്തിട്ട് നമ്മൾ ഇത് മാത്രമായി കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കണക്ക് അനിമേഷൻ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കെയിൽ വാല്യൂവിന് ഒരു കീടാം. സ്കെയിൽ വാല്യൂവിന് ഇങ്ങനെ ഒരു കീടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീ ഫ്രെയിമിൽ എത്രയാണ്, ലാസ്റ്റ് കീ ഫ്രെയിമിൽ 100 വാല്യൂ, ഫസ്റ്റ് കീ ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം ഇൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഫീൽ കിട്ടും. ആ ഒരു എഫക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നു. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് എഫക്റ്റ് നീക്കുകയും ചെയ്യാം ആ സ്കെയിൽ വാല്യൂവിന്. അപ്പോൾ നമുക്ക് ആ സ്കെയിലിനനുസൃതമായിട്ട് നമുക്ക് എഫക്റ്റ് അതിൻ്റെ അകത്തും കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വാല്യൂ നമുക്ക് സ്മൂത്ത് ചെയ്യാം. ഈസി ഇൻ, ഈസി ഔട്ട് രണ്ടും സെലക്ട് ചെയ്യുന്നു, ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈസി ഇൻ ആക്കുന്നു. അതുപോലെ തന്നെ സ്കെയിലിൽ പോകുന്നു, സ്കെയിലിൻ്റെ വാല്യൂ നമ്മൾ സ്വല്പം ഒന്ന് നന്നായിട്ട് പിടിച്ച് റീട്യൂൺ ചെയ്ത് വെക്കുക. അതാ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീലും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും എഫക്ട്സ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് റഫൺ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ് എഫക്ട് നമ്മൾ ലാസ്റ്റ് ആണ് നോക്കിയത്. ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് ഡിസോൾവ് നോക്കി, VR ഡിജിറ്റൽ നോക്കി, ബേസിക് 3D നോക്കി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് നോക്കി, ഡയറക്ഷണൽ ബ്ലർ നോക്കി, ലാസ്റ്റ് റഫൺ അഡ്ജസ്റ്റ്. അതിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫക്ട്സ് അതിൻ്റെ അകത്ത് തന്നെ ഒരുപാടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് റീട്യൂൺ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാ എഫക്ട്സും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അനിമേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു അനിമേഷൻ കൺസെപ്റ്റിലും ടൈമിങ്ങിലുമാണ്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനിമേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റഫൻ എഡ്ജസ് ഉണ്ടല്ലോ, റഫൻ എഡ്ജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീസെറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് പ്രീസെറ്റ്. അപ്പം ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്തു, അമൃത് 2 FX എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ടൈറ്റിൽ കൊണ്ടുവന്നാലും ആ ഒരു ഇഷ്യൂ ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഞാൻ ഈ ഒരു ടൈറ്റിലാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു ടൈറ്റിൽ ഇന്നോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു BGയും കൂടെ നമുക്ക് ഒരു കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഓൾട്ട് ഹോൾഡ് ചെയ്തൊരു കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു എഫക്റ്റ് കൊടുത്തു നോക്കാം. പൊസിഷനും സ്കെയിലും ഞാൻ നേരത്തെ നീക്കി വെച്ചു. നമുക്ക് എഫക്ട്സിൽ പോവുക, ഞാൻ MRITH അടിക്കുമ്പം അമൃത് 2 എഫക്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കഴിഞ്ഞു. നോക്കിയേ, കണ്ടോ, അത് നമുക്ക് ഭയങ്കര എളുപ്പം. സെയിം അതായത് നമ്മൾ ഒരു എഫക്റ്റ് തന്നെ എപ്പോഴും എടുത്ത് വെച്ചിട്ട് ഈ എഫക്റ്റ് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ നല്ലതായിട്ട് വന്നു, ഇപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ എഫക്റ്റ് പോയി, അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ആ എഫക്റ്റ് കോപ്പി ചെയ്ത് വയ്ക്കുക. എല്ലാം നമ്മുടെ ലൈബ്രറിക്കകത്ത് കിടക്കും, ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്രയും എഫക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു പ്രീമിയറിൻ്റെ ആ ഒരു സ്റ്റൈല് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എവിടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യും, ആ കീ ഫ്രെയിംസിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല ടൈറ്റിൽ അനിമേഷനും നമുക്ക് പ്രീമിയറിൽ ചെയ്യാൻ പറ്റും. ഓക്കെ.